ഡൽഹി ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ആസ്ഥാനത്ത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി വന്ദേ മാതരം എന്ന ദേശീയ ഗീതം പൂർണ്ണമായി ആലപിച്ചത് തടസ്സപ്പെടുത്താൻ സോണിയാഗാന്ധി മല്ലികാർജുൻ ഖാർഗെയും ശ്രമിച്ചത് ഇപ്പോൾ വലിയ ചർച്ചയും വിവാദവുമൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. ഇറ്റലിയിൽ ജനിച്ച ആന്റോണിയോ മൈനോ എന്ന സോണിയാഗാന്ധിക്ക് ഇന്ത്യൻ ദേശീയ ഗീതം കേൾക്കുമ്പോൾ എന്താണ് ഇത്ര അസഹിഷ്ണുത, ഇത്ര ചൊറിച്ചിൽ, ഇത്ര ഭ്രാന്ത് പിടിക്കുന്നത് എന്താണ്? ഇവിടെ ഒരു രാജ്യത്തിൻ്റെ അംഗീകാരമുള്ള, രാജ്യത്തിന് വേണ്ടി എഴുതപ്പെട്ട ഒരു ഗീതം, ബൻകിം ചന്ദ്ര ചാറ്റർജിയാൽ എഴുതപ്പെട്ട വന്ദേ മാതരം എന്ന ലോക പ്രശസ്തമായ ഈ നാഷണൽ സോങ് ഇത് പാടുമ്പോൾ അസഹിഷ്ണുത പ്രകടിപ്പിക്കേണ്ട കാര്യം ഈ ആന്റോണിയോ മൈനോ എന്ന ഈ സ്ത്രീക്ക് ഉണ്ടോ എന്നും പലരും ചോദിക്കുന്നു. മാത്രമല്ല, ആന്റോണിയോ മൈനോ എന്ന സോണിയാഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെ എന്ന കടൽ കിഴവനും അകത്തു പോകും എന്നുള്ള ചില സൂചനകളും പുറത്തു വരുന്നു. കാരണം ഒരു ദേശീയ തത്വത്തെ അപമാനിക്കാൻ ശ്രമിക്കുകയോ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയോ, അത് ദേശീയ പതാകയായാലും ദേശീയ ഗീതമായാലും ദേശീയ ഗാനമായാലും ദേശീയ ചിഹ്നങ്ങളായാലും അതിനെയൊക്കെ അപമാനിക്കാനും ശ്രമിച്ചാൽ കൃത്യമായ നിയമവ്യവസ്ഥയിൽ കൃത്യമായ ശിക്ഷാ നടപടികൾ ഇന്ത്യൻ ഭരണഘടന നിഷ്കാസിക്കുന്നുണ്ട്. അതെന്താണ് എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. തീർച്ചയായിട്ടും 3 വർഷം വരെ അകത്ത് കിടക്കാവുന്ന കുറ്റമാണ് സോണിയാഗാന്ധി എന്ന ആന്റോണിയോ മൈനോ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൻ്റെ ലീഗൽ ഫ്രെയിംവർക്ക് ഇങ്ങനെ പറയുന്നു: ഗവേൺഡ് ബൈ ദ പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട്സ് ടു നാഷണൽ ഓണേഴ്സ് ആക്ട് 1971. 1971 ദേശീയ ചിഹ്നങ്ങളോടോ ദേശീയ തത്വങ്ങളോടോ ദേശീയ ഗീതങ്ങളോടോ ഒക്കെയുള്ള അപമാനം, അത് intentionally stopping or preventing any person or group from singing the national song, causing a deliberate disturbance during the performance or assembly of the song. ഏതെങ്കിലും തരത്തിൽ ഈ ദേശീയ ഗീതം, ദേശീയ ഗാനം ഒക്കെ ആലപിക്കുന്നത് തടസ്സപ്പെടുത്തിയാൽ ഉണ്ടാകാവുന്ന ശക്തമായ ഒഫൻസ് അല്ലെങ്കിൽ നിയമലംഘനത്തിന് ശക്തമായ ശിക്ഷ നേരിടേണ്ടി വരും എന്നുള്ളതാണ്. ഇംപ്രിസൺമെൻറ്റ് അപ് ടു 3 years ആൻഡ് എ ഫിനാൻഷ്യൽ ഫൈൻ ഓർ ബോത്ത്. 3 വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റമാണ്, ഒപ്പം പിഴയും ഒടുക്കേണ്ടി വരും. മിനിമം മാൻഡേറ്ററി പ്രിസൺ ടേം ഓഫ് 1 year. ഈ ഒരു കാര്യം പരാതിയായി നൽകിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 1 വർഷം വരെയെങ്കിലും വിചാരണ കൂടാതെ തടവിൽ ഇടാനുള്ള നിയമം നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നുള്ള കാര്യം ആന്റോണിയോ മൈനോ എന്ന സോണിയാഗാന്ധിക്ക് അറിയില്ലായിരിക്കാം. പക്ഷേ അത് ഉണ്ടായേ പറ്റൂ, അതങ്ങനെ സംഭവിച്ചേ പറ്റൂ. കാരണം ദേശീയ ഗീതത്തെ അപമാനിക്കാനാണ് ശ്രമിച്ചത്, അവഹേളിക്കാനാണ് ശ്രമിച്ചത്, തടസ്സപ്പെടുത്താനാണ് ശ്രമിച്ചത്. അത് വെറുതെ പറയുന്നതല്ല, അത് എല്ലാവരും കണ്ടതാണ്. ആ വീഡിയോ ഒക്കെ തന്നെ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ഒക്കെ തന്നെ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തോട് വിരോധമുണ്ടെങ്കിൽ, ഈ രാജ്യത്ത് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നടക്കുന്നത്, ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനത്തിൽ ഒക്കെ തന്നെ നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ ആന്റോണിയോ മൈനോ ഇറ്റലിയിലേക്ക് തിരിച്ചു പോവുക തന്നെയാണ് വേണ്ടത്. ഇത് ഹിന്ദുസ്ഥാനമാണ്, ഇത് ഭാരതമാണ്, ഇത് ഇന്ത്യ എന്ന മഹാരാജ്യമാണ്. നിങ്ങൾ ഇവിടുത്തെ ഒരു വ്യക്തിയെ കല്യാണം കഴിച്ച് ഇവിടെ വന്നു എന്ന് വിചാരിച്ച് നിങ്ങളല്ലാതാകുന്നില്ല. നിങ്ങൾ ഇറ്റാലിയൻ ചാര ഏജന്റാണ് എന്ന തരത്തിൽ വരെ നേരത്തെ ആരോപണങ്ങളും അതുപോലെ തന്നെ പരാതികളും ഉണ്ടായിരുന്നു. നിങ്ങൾ ഇറ്റലി എന്ന രാജ്യത്തിന് വേണ്ടി ചാരപ്പണി ചെയ്യുന്ന ഒരു ചാരവനിതയാണ് നിങ്ങൾ പല രീതിയിലുള്ള മോശം പ്രവർത്തികൾ ചെയ്ത് വന്ന് രാജീവ് ഗാന്ധി എന്ന വ്യക്തിയെ അല്ലെങ്കിൽ എന്ന ബുദ്ധിശൂന്യനെ നിങ്ങൾ വേട്ടയാടി പിടിച്ചതാണ് എന്നുള്ള ചില ആരോപണങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പം വന്ദേ മാതരത്തെ തടസ്സപ്പെടുത്തിയതിൽ 3 വർഷം വരെ തടവ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ മല്ലികാർജുൻ ഖാർഗെ എന്ന ഈ ഇറാൻ മൊളിക്കും എല്ലാ തരത്തിലുള്ള സാധ്യതയുമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇരുവർക്കുമെതിരെ നിയമ നടപടികൾ ഉണ്ടാകും എന്നുള്ള സൂചനയാണ് പുറത്തു വരുന്നത്. വന്ദേ മാതരം ആലപിക്കുന്നത് തടസ്സപ്പെടുത്തുകയോ പങ്കെടുക്കുന്നവരെ തടയുകയോ ചെയ്യുന്നത് കുറ്റകരമാണ്. പുതിയ നിയമപ്രകാരം വന്ദേമാതരം ആലപിക്കുന്നത് മനഃപൂർവ്വം തടസ്സപ്പെടുത്തുകയോ അതിനായി ഒന്നിച്ചുകൂടുന്ന സദസ്സിനെ തടയുകയോ ചെയ്യുന്നത് ഗുരുതരമായ കുറ്റകൃത്യമായിട്ടാണ് കണക്കാക്കുക. ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് 3 വർഷം വരെ തടവ് ശിക്ഷയോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിച്ചേക്കാം. കൂടാതെ ഇതേ കുറ്റം ആവർത്തിക്കുന്നവർക്ക് കുറഞ്ഞത് 1 വർഷത്തെ തടവ് ശിക്ഷ നിർബന്ധമായും അനുഭവിക്കേണ്ടി വരും. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകം ഒഴികെ കേരളമടക്കം വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചിരുന്നില്ല. കർണാടകയിൽ പൂർണ്ണമായി ഗീതം ആലപിച്ചു, അതുപോലെ ഹിമാചൽ പ്രദേശിലും ഗീതം ആലപിച്ചു. എന്തായാലും ഒരാളെങ്കിലും ഈ ഒരു വിഷയത്തിൽ പരാതി നൽകും എന്ന കാര്യം ഉറപ്പ്. കാരണം ദേശീയ ഗീതത്തെ നാഷണൽ സോങ്ങിനെയാണ് ഈ ആന്റോണിയോ മൈനോ എന്ന സോണിയാഗാന്ധി അപമാനിക്കാൻ ശ്രമിച്ചത്, തടയാൻ ശ്രമിച്ചത്. ഒപ്പം മല്ലികാർജുൻ ഖാർഗെ എന്ന AICC അധ്യക്ഷൻ എന്ന അടിമയും ഇതിന് കൂട്ടുനിന്നു. തീർച്ചയായിട്ടും ഈ 3 വർഷം തടവിന് തന്നെ ഇവരെ ശിക്ഷിക്കേണ്ടതാണ്.
യാതൊരു വിചാരണയും കൂടാതെ, പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള നിയമ നടപടികളും കൂടാതെ നേരിട്ട് ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാനുള്ള വകുപ്പും നിയമവുമൊക്കെ ഇന്ത്യയിലുണ്ട്. ഇത് ഈ അമ്മച്ചിക്ക് ഇതാരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ, മകനോ വിവരമില്ല, മകളോ അല്ലെങ്കിൽ ആരെങ്കിലുമോ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഇവർ ഈ വേല കാണിക്കില്ലായിരുന്നു. എന്തായാലും ആ വന്ദേമാതരം മുഴുവൻ ആലപിച്ച ആ കോൺഗ്രസിൻ്റെ ആ ഒരു ഗായക സംഘത്തെ അഭിനന്ദിക്കുന്നു. ഇവർ പറഞ്ഞിട്ടും നിർത്തിയില്ല, അവരത് മുഴുവൻ പാടിയിട്ടേ നിർത്തിയുള്ളൂ. എന്തായാലും സോണിയാഗാന്ധി ഇനി ഏതെങ്കിലും തിഹാറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ജയിലിൽ വെച്ച് നമുക്ക് കാണാം. ആ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു.